ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമ്മിലിൽ പറഞ്ഞതുപോലെ ഇതൊരു നാടൻ കള്ളിച്ചത്തിൻ്റെ വീഡിയോ ആണ്. നമ്മളത് ട്രൈയും ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ വീട്ടിലാണ്, രാമമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ സ്ഥലത്തിൽ കോലഞ്ചേരിക്കൊക്കെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പറമ്പിൽ ഒരു പനയുണ്ട്. ആ പനയിൽ ഇങ്ങനെ ചെത്താനും അത് കള്ളൊക്കെ എടുക്കാനായിട്ട് ഒരു ചേട്ടൻ വരുന്നുണ്ട്. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്, മാമൻ്റെ കൂട്ടുകാരനാണ്, രാമൻ ചേട്ടൻ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ കള്ളച്ചൻ എന്നാണ് വിളിക്കുന്നത്, കാര്യം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കാണുന്ന ആൾക്കാരാണ്. സോ പുള്ളീനെ ഭയങ്കര റെസ്പെക്റ്റോടു കൂടി തന്നെ നമ്മൾ ഒരു നല്ല രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളി ഇതേപോലെ നമ്മുടെ പറമ്പിൽ ഇതിനു മുമ്പും പലപ്പോഴും ഇങ്ങനെ കാഴ്ചയൊക്കെ ഉണ്ടെങ്കിലും പനന്ന് കള്ളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു ടൈം. അപ്പോൾ ഇത് വൈകുന്നേരമാണ് എടുക്കുന്നത്, അന്തിക്കള്ളാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പനയുടെ പൂവാണ് പനങ്കായ പോലെ ഇങ്ങനെ കിടക്കുന്നത്. ആ പനയുടെ പൂവ് നമ്മൾ ചെത്തി ഒരുക്കും, അതിങ്ങനെ കെട്ടി വെച്ച് അതിൽ ചെറുതായിട്ട് ഇങ്ങനെ ടാപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ടാണ് ഈ കള്ള് നമുക്ക് അതിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു എസൻസ് ആണ് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ അത് രാവിലെയും വൈകുന്നേരവും ഓരോരോ ടൈമിനനുസരിച്ചിട്ട് ഇവരെടുക്കും. അപ്പോൾ ഇത് ചെത്തി ഒരുക്കി പുതിയ കലം വെക്കും, ഇടയ്ക്ക് കലം മാറ്റി കൊടുക്കും, അതിലേക്ക് പുതിയത് വേറെ പ്രാണികളോ ജീവികളോ ഒന്നും വീഴാതിരിക്കാനായിട്ട് അത് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് വെക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ക്യാമറ ഇത്രയും എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നുള്ളൂ, വേറെ ഏതെങ്കിലും S24 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടം വരെയൊക്കെ എത്തിയാനായിട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പുള്ളി ചെയ്യുന്നുണ്ട്. മാത്രമല്ല പുള്ളിക്ക് കുറേ നാളത്തെ എക്സ്പീരിയൻസസ് ഉണ്ട്. രാമൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എപ്പോഴും വരുന്ന ഒരാളും കൂടിയാണ്. അപ്പം നമ്മളിപ്പോൾ എപ്പോഴും കാണുകയൊക്കെ ചെയ്യും പുള്ളിനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ. ഇപ്പം പുള്ളി ഭയങ്കര സ്കിൽഡ് ആയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെത്തുന്ന ആ ബ്ലേഡിന് തന്നെ നല്ല മൂർച്ചയാണ്. നമുക്ക് ആ ഒരു താഴെ നിൽക്കുമ്പോഴും അതിൻ്റെ ഒരു ഒച്ചയും പിന്നെ മറ്റേ അതിൻ്റെ ഞെട്ടൊക്കെ ഇങ്ങനെ വീഴുന്നതിൻ്റെ ആ ഒരു ഇതും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറേ ഞങ്ങൾ സൈഡിൽ തന്നെയാണ് കേട്ടോ വീണത്. അപ്പോൾ ഇത് ചെത്തി മിനുക്കിയിട്ട് പുള്ളി ഒന്നും കൂടെ ആ കലം വെച്ചിട്ട് അത് ചുറ്റും കെട്ടി, അതും കൂടാതെ അത് മറച്ചും വെച്ചിട്ടാണ് അത് പോകുന്നത്. ഇത് ഇടയ്ക്ക് കലം ഞാൻ മാറ്റും എന്ന് പറഞ്ഞില്ലേ, അത് ആ കലത്തിന് എന്തെങ്കിലും കുറച്ച് ദിവസം കിടന്ന് കഴിയുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് കലം മാറ്റി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ പനങ്കൊല തീരുന്നവരെ ഒട്ടുമിക്ക തീരുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ ഒരു 3-4-5 പന ചിലപ്പോൾ ഒരു ദിവസം ചെത്താനായിട്ടുണ്ടാവും, രാവിലെ വൈകുന്നേരം. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് പുള്ളിയുടെ വരുമാനം. അപ്പം ഞങ്ങളിപ്പോൾ തരുന്ന കള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീതക്കള്ളം എന്നാണ് പറയുന്നത്. കാര്യം ഈ പറമ്പ് നമ്മുടെ ആണല്ലോ, അതിലേക്കുന്ന മരമാണ്. സോ നമുക്ക് ഒരു വീതം തരും, അതിന് വേണ്ടിയിട്ടാണ് അവർ തരുന്നത്. പിന്നെ ഇത് ഭയങ്കര ഹൈറ്റിലുള്ള ഒരു പനയും കൂടിയാണ് കേട്ടോ. അതൊരു മാടിൻ്റെ അറ്റത്തായിട്ടാണ് നിൽക്കുന്നത്. മാടെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടായിട്ടാണ് സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹൈറ്റ് ഉണ്ടോ ഓൾറെഡി ഇതിന്. അപ്പോൾ പുള്ളി സക്സസ്ഫുള്ളായിട്ട് ചെത്തിയൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു പുള്ളിയുടെ അടുത്ത് ഭയങ്കര സ്കിൽഡായിട്ടാണ് ചേട്ടൻ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കള്ളച്ചേന്ന് ചിരിക്കുന്നുണ്ട് പുള്ളി കാണിച്ചൊക്കെ തന്നെ ഉള്ളിൽ കള്ള പതഞ്ഞ് അത് ഫെർമെൻറ്റേഷനാണ് അവിടെ നടക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ഒരു ഫെർമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്, മെയിൻലി കള്ളപ്പം എന്നൊക്കെ പറയും നമ്മളതിനെ. അപ്പം ഇത് മാമയും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. കാളച്ചൻ്റെ നിന്നും കള്ള് വാങ്ങിയിട്ട് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ടാലറിയാം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല മധുരമുള്ളൊരു കള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കള്ള് ഷാപ്പിൽ പോയി കുടിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല, എന്നാലും നോർമലി കള്ള് ഷാപ്പിൽ പോയി ഇങ്ങനെയുള്ള ഒരു ടേസ്റ്റ് അല്ല, ഫ്രഷ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. മാത്രമല്ല മധുരമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കിഷ്ടമാണ്, ഞങ്ങൾ കുടിക്കാറൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പുള്ളിക്ക് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പുള്ളിന് ചട്ടയാക്കി വിട്ടു. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.